ട്രെയിൻ യാത്രയ്ക്കിടെ ഭർത്താവ് ഉപേക്ഷിച്ചതോടെ വലഞ്ഞ സുനീറിയെയും കുഞ്ഞിനെയും ബന്ധുക്കൾ സ്വീകരിച്ചു. 4 വർഷം മുൻപ് കാണാതായ യുവതിയെ കുറ്റപത്രത്തിലെ വാർത്തയിലൂടെയാണ് ബന്ധുക്കൾ കണ്ടെത്തിയത്. ഒരുമിച്ച് ജീവിക്കാമെന്ന് വിശ്വസിപ്പിച്ച് തിരുപ്പൂരിലേക്ക് പോകും വഴിയാണ് കട്ടപ്പന സ്വദേശി ലിജിൻ ജോസ് ഭാര്യയെയും കൈക്കുഞ്ഞിനെയും ട്രെയിനിൽ ഉപേക്ഷിച്ച് മുങ്ങിയത്. തുടർന്ന് ആരോരുമില്ലാതായ സുനീറയും കുഞ്ഞും ആലുവ ജനസേവാ ശിശുഭവനിൽ അഭയം തേടി. ഇന്നലെ രാത്രി കുറ്റപത്രത്തിൽ വാർത്ത വന്നതോടെ മലപ്പുറത്തെ ബന്ധുക്കൾ സുനീറയെ തിരിച്ചറിഞ്ഞു. 4 വർഷം മുൻപ് കാണാതായ സുനീറയെ പല സ്ഥലങ്ങളിലായി ഇവർ അന്വേഷിച്ചു വരികയായിരുന്നു. ഇന്നലെ രാത്രി ഞങ്ങൾ മനോരമയിലെ കുറ്റപത്രം ഞങ്ങൾ കണ്ടു. അപ്പോൾ അതിലൂടെയാണ് ഇത് സംഭവം ഇങ്ങനെ അറിഞ്ഞത്. 4 വർഷമായിട്ട് ഞങ്ങളായിരുന്നു മിസ്സിംഗ് ആണ്. അപ്പോൾ ഇത് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ അറിഞ്ഞപ്പോൾ ഇങ്ങനെ ആലുവ ജനസേവാ ശിശുഭവനുമായി ബന്ധപ്പെട്ട് അവരുമായി സംസാരിച്ചാണ് ഇത് ഞങ്ങൾ അറിഞ്ഞത്. മനോരമ കുറ്റപത്രത്തിലൂടെയാണ് ഇതിൻ്റെ ഫുള്ള് വിശദാംശങ്ങൾ ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത്. ഞങ്ങൾ അനവധി സ്ഥലത്ത് അന്വേഷണം നടത്തി. 4 വർഷത്തിൽ തമിഴ്നാട്ടിൽ പോയിരുന്നു, എല്ലാ സ്ഥലത്തും കോഴിക്കോട്, കണ്ണൂർ, ഈ ഭാഗങ്ങളിലൊക്കെ നടത്തി. പക്ഷേ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഈ മനോരമ കുറ്റപത്രത്തിൽ കൂടിയാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഇന്നലെ രാത്രി അറിഞ്ഞോട് കൂടിയിട്ട് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വിട്ടു, ആലുവയിലേക്ക് വിട്ടു. ഇന്ന് ഉച്ചയോടെ ആലുവ ജനസേവാ ശിശുഭവനിലെത്തി സുനീറയും കുഞ്ഞിനെയും കൂട്ടി ബന്ധുക്കൾ മലപ്പുറത്തേക്ക് പോയി. ഒളിവിൽ പോയ ഭർത്താവ് ലിജിനെ പോലീസ് സഹായത്തോടെ കണ്ടെത്താനാവും ഇനി ബന്ധുക്കളുടെ ശ്രമം. മനോരമ ന്യൂസ്, കൊച്ചി.